ഇനി നമുക്ക് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ശ്രീ ഷാജി ഒലവക്കോട്. ആദ്യകാല മലയാള സിനിമകളുടെ പ്രഗത്ഭനായ പ്രൊഡക്ഷൻ കൺട്രോളർ ഷൺമുഖണ്ണൻ്റെ വിശ്വസ്തനും ഹരിചന്ദനത്തിൽ രാമേന്ദ്രൻ മണക്കാടിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമായി പ്രവർത്തിച്ച ശ്രീ ഷാജി ഒലവക്കോടിൻ്റെ ഫോട്ടോ ആണിത്. തൻ്റെ സമ്പാദ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട മാർട്ടിൻ വൃദ്ധരായ മാതാപിതാക്കളെയും കൊണ്ട് ഷൊർണൂരിലൊരു വാടക വീട്ടിലേക്ക് മാറുകയും സാമ്പത്തികമായി തകർന്ന അവശനാവുകയും ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മക്കളായ ഡെൽമോനും ഇപ്പോൾ ജർമ്മനിയിലുള്ള ഡെനീഷും മറ്റൊരു കുടുംബത്തിൽപ്പെട്ട ശ്രീ ബിജു മാത്യു ഒക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളോട് വേദനിക്കുകയും ഒക്കെ ചെയ്ത കഥകളിലൂടെ ആ അധ്യായം അങ്ങനെ കടന്നുപോയി. ക്ലൈമാക്സിലെ താരങ്ങൾ ഞാനും സതീശനുമായി. പണമെത്താൻ വൈകിയപ്പോൾ സിനിമാ സെറ്റിലെ എല്ലാവരും വീടുകളിലേക്ക് സ്ഥലം വിടാൻ തുടങ്ങി. അവസാനം അവിടെ അസോസിയേറ്റ് ഡയറക്ടറും പ്രൊഡക്ഷൻ ടീമും മെസ്സ് ടീമും അടക്കം പിന്നീട് രാമചന്ദ്രൻ മണക്കാട് എന്ന കൺട്രോളറെ ഏൽപ്പിച്ച മേൽച്ചുമതലയുള്ള ഷാജി ഒലവക്കോട് എന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് അടക്കമുള്ള 10-15 പേർ അയോധ്യ ഹോട്ടലിൽ ബാക്കിയായി. എല്ലാവർക്കും ഭക്ഷണം വാങ്ങിക്കൊടുക്കേണ്ട മാനുഷിക മൂല്യം ഞങ്ങളുടെ തലയിലായി. പൊതുവെ പൈസയില്ലാതെ നടക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ ഭാരമായെന്ന് തന്നെ പറയാം. എങ്കിലും അന്ന് ഞങ്ങൾക്കൊരു രക്ഷകനുണ്ടായി. ഷൊർണൂർ ടൗണിൽ അഭിലാഷ് ഹോട്ടൽ നടത്തുന്ന ഹംസക്ക. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഞങ്ങളെ ഏറെ സ്നേഹിക്കുകയും ഞങ്ങൾക്കിടയ്ക്കൊക്കെ കാലിച്ചായ തരികയൊക്കെ ചെയ്യുന്ന ഹംസക്കയെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ച് ഷൊർണൂരിലെത്തി. മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയായി ഹംസക്കയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞു. നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ കുട്ടികളെ, നിങ്ങളൊരു കുടുക്ക കുടുങ്ങിയ പോലെ രക്ഷിക്കണ്ടേ. അങ്ങനെ രാവിലത്തെ ടിഫിനും ഉച്ചയ്ക്കുള്ള ചോറും രാത്രിക്കുള്ള ഭക്ഷണം വൈകുന്നേരം മാത്രം ഒഴിവാണ്. ഈ 3 നേരത്തെ ഭക്ഷണവും ഹംസക്ക തുടർച്ചയായി 3 ദിവസം തരാൻ തയ്യാറായി. അപ്പോഴേക്കും അസോസിയേറ്റും ഷാജിയും ഞങ്ങളും ഒഴികെയുള്ള ബാക്കി എല്ലാവരും മെല്ലെ മെല്ലെ സ്ഥലം വിട്ടു. ഇനി അസോസിയേറ്റിനാണ് മദ്രാസിലേക്ക് പോകേണ്ടത്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ കുട്ടികളുടെ അവസ്ഥകളും വാടക വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലിയ സാമ്പത്തിക പ്രയാസമാണ് ഞങ്ങളെ അറിയിച്ചത്. അടുത്ത കടമ്പ അതായിരുന്നു. മുതലിയാർ തെരുവിലെ ഒരു പലിശക്കാരനോട് 1000 രൂപ പലിശയ്ക്ക് വാങ്ങി മദ്രാസിലേക്ക് അസോസിയേറ്റ് ഡയറക്ടറുള്ള ടിക്കറ്റും ബുക്ക് ചെയ്ത് റീഗൽ ബേക്കറിയിലെത്തി അത്യാവശ്യം മധുര പലഹാരങ്ങൾ കുട്ടികൾക്കും വാങ്ങി